ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കിളിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ ടേംസ് ആയിരുന്നു റേഡിയസ്, ഡയമീറ്റർ, പിന്നെ കോഡ് ലെങ്ത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയമീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും റേഡിയസിൻ്റെ ഇരട്ടിയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഡയമീറ്റർ ഇപ്പോൾ ഒരു 200 എന്നാണ് വന്നേക്കുന്നതെങ്കിൽ 200/2 എന്ന് എടുത്താൽ റേഡിയസ് നമുക്ക് അവിടെ 50 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒന്നിയിൽ നമുക്ക് ഈ ഡയമീറ്ററോ അല്ലെങ്കിൽ റേഡിയസോ ഒക്കെ അറിയാമെങ്കിൽ സർക്കിൾ വരയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ ഒരു ഓട്ടോക്യാഡിൽ എങ്ങനെ സർക്കിൾ വരയ്ക്കാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ആദ്യം ഈ ഒരു റിബണിൽ ഇവിടെ സർക്കിൾ എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആ സർക്കിൾ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ആ ഡ്രോപ്പ് ഡൗൺ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡുകളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. മെയിനായിട്ടും ഈ ഒരു 6 മെത്തേഡിൽ നമുക്ക് സർക്കിളിനെ വരയ്ക്കാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ 2 മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ സർക്കിൾ വരയ്ക്കാമെന്ന് നോക്കാം. അതായത് സെന്റർ റേഡിയസ് എന്നുള്ള മെത്തേഡും സെന്റർ ഡയമീറ്റർ എന്നുള്ള മെത്തേഡും. അപ്പോൾ ഇതിന് ഈ ആദ്യം സെന്റർ റേഡിയസ് എന്നുള്ള എന്തുവെന്ന് നോക്കാം. അപ്പോൾ സെന്റർ റേഡിയസ് എന്ന് വെച്ചാൽ നമുക്ക് 2 ഡീറ്റെയിൽസ് ആണ് ഇവിടെ മെയിനായിട്ടും വേണ്ടത്. അതായത് സർക്കിളിന് ഒരു സെന്റർ പോയിന്റ് എവിടെയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ ഈ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കിളിന്റെ റേഡിയസ് എത്ര ആണെന്നുള്ള വാല്യൂ നമ്മൾ അവിടെ കൊടുത്താൽ മാത്രമേ ഈ ഒരു സെന്റർ റേഡിയസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ അവരെ കാണിച്ചു തന്നിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞ പോയിന്റിനെ അവർ സെന്റർ എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ടും 2 എന്ന് കാണിച്ചേക്കുന്നതിനെ റേഡിയസ് ആയിട്ടുമാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് വെച്ച് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ സർക്കിൾ എന്നുള്ളതിന്റെ ഡ്രോപ്പ് ഡൗണിൽ സെന്റർ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് താഴെ ഇവിടെ നോക്കുക, സ്പെസിഫൈ സെന്റർ പോയിന്റ് ഫോർ സർക്കിൾ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ സെന്റർ ആയിട്ട് ഇപ്പം ഞാൻ ഈ ക്ലിക്ക് ചെയ്യാവുന്ന ഇപ്പോൾ ഈ കർസർ ഉപയോഗിച്ച് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് എനിക്ക് സെന്റർ ആയിട്ട് വേണ്ടതെന്ന് വെച്ചു. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കർസർ ഒന്ന് മൂവ് ചെയ്യുകയാണ്. ഇതാണ്ട് ആ ഒരു സെന്റർ തൊട്ട് നമ്മൾ എവിടെ വരെയാണോ കാണിച്ചു കൊടുക്കുന്നത് ആ പോയിന്റ് ഉപയോഗിച്ച് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചു. ഇപ്പം ഈ ഡ്രോപ്പ് ഡൗണിൽ ഇവിടെ റേഡിയസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സർക്കിൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ റേഡിയസ് വാല്യൂ കാണിച്ചു തരും. ഇപ്പം ഇവിടെ റേഡിയസ് വാല്യൂ ആയിട്ട് കാണിച്ചേക്കുന്നത് 53.66 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഈ ഡയമെൻഷന്റെ വാല്യൂ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിടാൻ പോവാണ്. ഇപ്പം ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ടെക്സ്റ്റ് ആയിട്ട് ഞാനൊരു 5 കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ കുറച്ചുകൂടെ വലുതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സെൻട്രൽ പോയിന്റും ഏതോ ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് അതിന്റെ റേഡിയസ് വാല്യൂ എത്രയാണോ വരാൻ സാധ്യതയുള്ള ആ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതല്ല, എനിക്കിപ്പോൾ 50 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ തന്നെ വരയ്ക്കണമെന്ന് വെച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇപ്പം സെൻട്രൽ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഒരു സെൻട്രൽ പോയിന്റ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ താഴെ നോക്കുക, അവർ അടുത്തതായിട്ട് പറയുന്നത് സ്പെസിഫൈ റേഡിയസ് ഓഫ് സർക്കിൾ എന്നാണ്. ഇപ്പം എനിക്കിവിടെ 50 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ താഴെ നമ്മുടെ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ 50 എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് 50 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എവിടെയാണോ വരാൻ സാധ്യതയുള്ളത് ആ അത്രയും രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ റേഡിയസ് എന്നുള്ളത് 50 ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ സെൻട്രൽ പോയിന്റ് തൊട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വരെ എടുത്തു. എന്നിട്ട് ഈ ലൈനിന്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാലും കിട്ടുന്നത് ഈ സെയിം റേഡിയസ് വാല്യൂ ആയിട്ട് എത്രയാണോ കാണിച്ചേക്കുന്നത് ആ വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇത് നമ്മൾ ഈ റിബണിൽ നിന്ന് ഓപ്ഷൻ ഉപയോഗിച്ച് വരച്ചതാണ്. അപ്പൊ നമുക്ക് കമാൻഡ് ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ സർക്കിളിന്റെ കമാൻഡ് എന്ന് പറയുന്നത് സി എന്നുള്ളതാണ്. സി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അന്നേരം ഇവിടെ നേരത്തെ കൂട്ട് തന്നെ സ്പെസിഫൈ സെന്റർ പോയിന്റ് ഫോർ സർക്കിൾ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു സെന്റർ പോയിന്റ് കാണിച്ചു കൊടുത്തു. അടുത്തതായിട്ട് അവർ ചോദിക്കുന്നത് സ്പെസിഫൈ റേഡിയസ് ഫോർ സർക്കിൾ. ഇപ്പൊ എനിക്കിപ്പോൾ ഒരു 100 റേഡിയസ് ഉള്ള സർക്കിൾ ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ റേഡിയസ് എന്നുള്ളിടത്ത് 100 എന്ന് വാല്യൂ കൊടുത്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് നമ്മളിവിടെ റേഡിയസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 100 റേഡിയസ് ഉള്ളൊരു സർക്കിൾ ആയിരിക്കും. ക്ലിയർ ആണോ? റേഡിയസ് 100 ഉള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്, സെന്റർ റേഡിയസ് എന്ന് പറഞ്ഞ മെത്തേഡ്. അവിടെ നമ്മൾ പറഞ്ഞു കൊടുത്ത 2 ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സെന്റർ പോയിന്റ് എവിടെയാണെന്നും അതുപോലെ ഇതിന്റെ റേഡിയസ് വാല്യൂ എത്ര ആണെന്ന് വരുന്നത് പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തെ മെത്തേഡാണ് സെന്റർ ഡയമീറ്റർ എന്ന് പറയുന്നത്. സെന്റർ ഡയമീറ്റർ ഇപ്പൊ നമുക്ക് റേഡിയസ് വാല്യൂ അറിയത്തില്ല, പകരം നമുക്ക് തന്നിരിക്കുന്നത് ഡയമീറ്ററിന്റെ വാല്യൂ ആണെന്ന് വെച്ചു. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുമ്പോൾ ഒന്നിൽ ഈ ഡയമീറ്റർ ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു 2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പം ഡയമീറ്റർ 100 ആണെങ്കിൽ അതിന്റെ പകുതി 50 ആണ് നമുക്ക് അവിടെ റേഡിയസ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ വേണമെങ്കിൽ റേഡിയസ് നമുക്ക് തന്നെ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ഡയമീറ്റർ കൊടുത്ത് വേണമെങ്കിലും വരയ്ക്കാം. നമ്മളിവിടെ രണ്ടാമത്തെ മെത്തേഡ്, അതായത് സെന്റർ ഡയമീറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഒരു സെന്റർ പോയിന്റ് കാണിച്ചു കൊടുക്കുക.
കാണിച്ചു കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഡയമീറ്റർ എത്രയാണോ വേണ്ടത് അതുകൊണ്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് സ്പെസിഫൈ ഡയമീറ്റർ ഓഫ് സർക്കിൾ എന്ന്. ഇപ്പോൾ എനിക്കൊരു ഡയമീറ്റർ ഒരു 150 വേണ്ട ഒരു സർക്കിളാണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ 150 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. അപ്പം ഓട്ടോമാറ്റിക്കലി ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഡയമീറ്റർ 150 ആകാൻ സാധ്യതയുള്ള പോയിന്റുകൾ എവിടെയാണോ ആ പോയിന്റുകൾ ജോയിൻ ചെയ്തായിരിക്കും സർക്കിൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ മെഷർ ചെയ്യണമെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഡയമീറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് സർക്കിൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഡയമീറ്റർ എന്നുള്ളത് കിട്ടും. ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് റേഡിയസ് ചെക്ക് ചെയ്യണമെങ്കിൽ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് എന്നുള്ള വാല്യൂ കിട്ടും. അതായത് ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് 75ഉം ഡയമീറ്റർ എന്ന് പറയുന്നത് 75ന്റെ ഇരട്ടി, അതായത് 150 ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓട്ടോകാഡിലെ റേഡിയസിനെ ഡിനോട്ട് ചെയ്യാൻ R എന്നുള്ള സിമ്പലും ഡയമീറ്റർ ആണെങ്കിൽ ഇങ്ങനെ 5 എന്ന് പറഞ്ഞ ഈ ഒരു സിമ്പലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. C ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, ഒരു സെൻറ്റർ പോയിന്റ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും ആദ്യം അവർ ചോദിക്കുന്ന റേഡിയസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റേഡിയസ് ആണ് അറിയാമെങ്കിൽ റേഡിയസ് ഉപയോഗിക്കാം. അതല്ല ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതാണ്ട് ഈ ഒരു ഡയമീറ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്തിട്ട് ഇപ്പോൾ എനിക്കൊരു 200 റേഡിയസ് ഉള്ള സർക്കിളാണ് 200 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആണെങ്കിൽ സ്പെസിഫൈ ഡയമീറ്റർ ഓഫ് സർക്കിൾ എന്നുള്ളടത്ത് 200 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 200 എന്നായിരിക്കും. 200. ഇതിന്റെ തന്നെ റേഡിയസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 100 എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നിൽ റിബണിൽ നിന്ന് ഈ ഓപ്ഷൻ യൂസ് ചെയ്ത് വരയ്ക്കാം. അതല്ല ഇപ്പോൾ നമുക്ക് കമാൻഡ് യൂസ് ചെയ്താണെങ്കിൽ C ടൈപ്പ് ചെയ്തിട്ട് സെൻറ്റർ പോയിന്റ് കൊടുത്തു. റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് റേഡിയസ് എന്നുള്ള വാല്യൂ ടൈപ്പ് ചെയ്ത് പോവാം. അതല്ല ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് എത്രയാണോ നമുക്ക് ഡയമീറ്റർ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പം ഡയമീറ്റർ 300 എന്ന് കൊടുത്തത്. ഈ സെയിം സ്ഥാനത്ത് ഇപ്പം നമുക്ക് ഇതാണ്ട് ഞാൻ ഈ സെയിം പോയിന്റ് തന്നെ സെൻറ്റർ എടുത്തു. സെൻറ്റർ എടുത്തിട്ട് ഞാൻ ഈ ഡയമീറ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ മറന്നുപോയി. നേരിട്ട് ഞാനിവിടെ റേഡിയസ് എന്നുള്ളിടത്താണ് ഈ പറഞ്ഞ 300 കൊടുക്കുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും. അതായത് റേഡിയസ് 300 ഉള്ള സർക്കിൾ, അപ്പോൾ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 300ന്റെ ഇരട്ടി, അതായത് റേഡിയസ് 300ഉം ഡയമീറ്റർ എന്ന് പറയുന്നത് 600 ഉള്ള ഒരു സർക്കിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളത് കൊടുക്കുന്ന സമയത്ത് നോക്കി വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് രണ്ട് മെത്തേഡുകളാണ് ഈ സെൻറ്റർ റേഡിയസും സെൻറ്റർ ഡയമീറ്ററും. ഇത് നമ്മൾ സാധാരണ പേപ്പറിൽ നമ്മളിപ്പം കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന രീതിയാണ്. അതായത് ആദ്യം ഒരു സെൻറ്റർ പോയിന്റ് എടുത്തു, എന്നിട്ട് റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ആ കോമ്പസിന്റെ സെൻറ്ററും പെൻസിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാകും, അതാണ് റേഡിയസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്ക്. ഓക്കെ, താങ്ക് യു.